ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ, ഈ അടുക്കളയിൽ കയറാനും എപ്പോഴും കുക്ക് ചെയ്യാനൊക്കെ ഒരു മടുപ്പാവില്ലെന്ന്. പക്ഷേ അതല്ല കാര്യം. നമ്മൾ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അടുക്കളയിൽ കയറുന്നൊരു മടുപ്പേ അല്ല കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ഒത്തിരി ഇഷ്ടമാണ്. അത് ഞാൻ എൻജോയ് ചെയ്ത് തന്നെ ചെയ്യുകയും ചെയ്യും. അപ്പോൾ മിക്കപ്പോഴും ഞാൻ ഉണ്ടാക്കാറുള്ള സാധനമാണ് ഇലയട അല്ലെങ്കിൽ ഇലയപ്പം. നമ്മൾ തിരുവനന്തപുരത്ത് പറയാറുള്ളത് ഇലയപ്പം എന്നാണ് പറയാറുള്ളത്, ചിലയിടത്ത് ഇലയട എന്ന് പറയും, ഇവിടെ ഇലയട എന്നാണ് പറയാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഇലയടയാണ് കേട്ടോ. കുറച്ച് ശർക്കര എടുത്ത് നന്നായിട്ട് പാനിയാക്കി, കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കേട്ടോ, പാനിയാക്കിയിട്ട് അതിൽ നാളികേരം ചുരണ്ടിയതും ചേർത്ത് നന്നായിട്ട് അതൊന്ന് വെള്ളം വറ്റുന്നവരെ വരട്ടിയിട്ട് ഏലക്കാപ്പൊടിയും അതുപോലെ തന്നെ ജീരകവും ചേർത്ത് ഇളക്കിയിട്ട് നല്ല കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ അരിപ്പൊടി, നല്ല മയമുള്ള അരിപ്പൊടി ആയിരിക്കണം കേട്ടോ. അരിപ്പൊടിയിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഞാൻ തവി കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെങ്കിലും അപ്പോൾ അമ്മ പറഞ്ഞത് കൈ കൊണ്ട് കുഴച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുക്കാമെന്ന്. ആ ചെറു ചൂടോടുകൂടി തന്നെ കൈ കൊണ്ട് നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുത്തു കേട്ടോ. ശേഷം ഞാനൊരു ഏത്തപ്പഴം കൂടി ചേർക്കുന്നുണ്ട്, നേന്ത്രപ്പഴം കൂടി ചേർക്കുന്നുണ്ട്. അത് നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞ നേന്ത്രപ്പഴം കൂടി ചേർത്തിട്ട് ആ വാഴയിലയിലേക്ക് വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് കൈകൊണ്ട് ചെറുതായിട്ട് വെള്ളമൊന്ന് തൊട്ടിട്ട് നല്ല ഭംഗിയായിട്ട് നൈസായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. എത്ര നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രയും സ്വാദും അത്രയും ടേസ്റ്റും ആയിരിക്കും ഇലയുടെ കേട്ടോ. അങ്ങനെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ സ്വാദിഷ്ടമായ ഇലയുടെ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ശർക്കര പാനിയിലേക്ക് നാളികേരവും ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് വരട്ടിയെടുക്കുന്ന കാരണം ഇതിൽ നിന്നിങ്ങനെ ഒലിച്ചു പോവില്ല. ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട് ഈ ഇലയടിയിൽ നിന്ന് ഇങ്ങനെ ഒലിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒലിച്ചിറങ്ങിയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. നല്ല സ്വാദുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ തരത്തിൽ ഇലയട ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ ഇലയട ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ള ടിപ്പുകളും കമൻറ്റായിട്ട് പറയണം കേട്ടോ. നെക്സ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ അങ്ങനെയും ഉണ്ടാക്കി നോക്കാം. അല്ലാതെ ഞാൻ ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷേ അടിപൊളിയായിരുന്നു, നല്ല സ്വാദായിരുന്നു. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഇലയടയാണ് അല്ലെങ്കിൽ ഇലയപ്പമാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് പറയാറുള്ളത് ഇലയപ്പം എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഇലയപ്പം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിക്കണം, എന്ത് സ്വാദാണെന്നറിയോ, അടിപൊളിയാണ്.